ആന വായ പൊളിക്കുന്നത് കണ്ടിട്ട് അണ്ണാൻ വായ പൊളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോഴത്തെ ഒരു റീസെന്റ് ആയി ഞാൻ കാണുന്നത്. കുറേ ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കുറെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ്, അവരുടെ ട്രേഡിന്റെ പാടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇന്ന് ഇത്ര പൈസ ഉണ്ടാക്കി, ലക്ഷങ്ങൾ ഉണ്ടാക്കി, കോടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പോലത്തെ സാധാരണക്കാരെ, ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും പിന്നെ പോലെ ഐ ഡോണ്ട് ഹാവ് മച്ച് നോളജ്, കുറച്ചൊക്കെ അറിയാം. അപ്പൊ അവരൊക്കെ പോയിട്ട് ഇപ്പൊ എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുകയായി. അതെല്ലാം ചെയ്തിട്ട് അവസാനം പൈസ മുഴുവൻ പോകും. അപ്പൊ എന്റെ ഒരു ജെന്യുവൻ ആയ സജഷൻ, എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കുറെ സ്റ്റെപ്സ് ഉണ്ട്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിന് കുറെ പേർക്ക് ബാൻ വന്നു, ബിക്കോസ് ദേ ആർ പ്രൊമോട്ടിംഗ് അൺവാണ്ടഡ് തിങ്സ് വിച്ച് ഇസ് നോട്ട് ട്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ മിസ്ലീഡിംഗ് ആണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ അവര് കാണിക്കുന്നത് കണ്ടിട്ട് അവനവന്റെ കയ്യിലിരിക്കുന്ന പൈസ കളയരുത്. അതിനെ കുറിച്ച് വ്യക്തമായ ധാരണയായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ കണക്ട് ചെയ്യുക, അവര് പറഞ്ഞു തരും, എന്നിട്ട് ചെയ്യുക. വിത്ത് പ്രോപ്പർ നോളജ് ഇൻവെസ്റ്റ് ഇൻ മാർക്കറ്റ്സ്. അല്ലാതെ വെറുതെ പോയി അവർക്ക് ഇത്ര ലക്ഷം ഉണ്ടായി, ഇവർക്ക് ഇത്ര കോടികൾ ഉണ്ടായി, അപ്പൊ എനിക്ക് എന്തുകൊണ്ടും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുക. ബിക്കോസ് മണി നെവർ കംസ് ഫ്രീ, ഇറ്റ്സ് ഹാർഡ് ഏൺ മണി. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, അത് കളയാതിരിക്കുക. ഹാൻഡിൽ ഇറ്റ് കെയർഫുള്ളി ആൻഡ് ഇൻവെസ്റ്റ് സെൻസിബിളി.